എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ രാഗൻ സോങ്സിലെ പുതിയൊരു വീഡിയോ. ഒരു മൂളലിൽ നമുക്ക് മനസ്സിലാവും എവിടെയോ എത്രയോ പ്രാവശ്യം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഗമാണ് ഇത് എന്നുള്ള ഒരുപാട് പാട്ടുകൾ. അല്ലേ? ഇപ്പം നമ്മുടെ കേൾക്കുന്നവരുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവും അത്രയും തന്നെ പാട്ടുകൾ. അയ്യോ 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 അയ്യോ. ഇതാണ് സിന്ധു ഭൈരവി എന്ന് പറയുന്ന രാഗം. സരേ ഗ മ ധ നീ സാ സാ നീ ധ പ മ ഗ രേ സാ. അതില് പഞ്ചമം ചേർത്ത് പാടാം. സരേ ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രേ സാ. ഈ സിന്ധു ഭൈരവി വല്ലാത്തൊരു ഫീല് തരുന്നുണ്ടാകുക. എല്ലാ ഫീലുകൾക്ക് എല്ലാ എന്താ പറയുക ഭാവങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. അതായത് ഭക്തി, എന്താ പറയുക, ശൃംഗാരം, ശോകം, എല്ലാ ഭാവങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു രാഗമാണ്. ഇതിലെ ഭക്തിഗാനങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഭക്തി തോന്നുന്ന ആ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകും. അല്ലാത്ത ശൃംഗാരം അല്ലേ വരുന്ന പാട്ടുകളാണെങ്കിലും അതുപോലെ വളരെ എന്താ പറയുക നമ്മളൊരു ശോകമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഈ സിന്ധു ഭൈരവി നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ സാ കഴിഞ്ഞാൽ സരേ ശുദ്ധ ചെറിയ ഋഷഭ യൂസ് ചെയ്യുന്നു. സരേ ഗ ചെറിയ ഗാന്ധാരം അല്ലേ സാധാരണ. പിന്നെ ചെറിയ മദ്യം മാ, പിന്നെ ചെറിയ ദേവതം. അതുപോലെ കൈശികി നിഷാദം എന്ന് പറയും കർണാട്ടിക്കിൽ. നമ്മൾ കർണാട്ടിക് ലെസൺസിലേക്ക് അധികം പോവാതെയാണ് നമ്മൾ ഈ ഒരു ടിപ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് വല്ലാതെ പോകുന്നില്ല. എങ്കിലും നമ്മൾ പറയുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയണമല്ലോ എന്ന് വിചാരിച്ച് പറയുന്നതാണ്. ഇതിൽ ഈ ചെറിയ ഋഷഭത്തിന് പകരം ചില സമയത്ത് പകരമല്ല രണ്ട് ഋഷഭം യൂസ് ചെയ്യുന്ന ചില ഭാഗങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോഴും കമ്പോസ് ചെയ്യുമ്പോഴാണെങ്കിലും കേൾക്കുന്ന പാട്ടുകളിലൊക്കെ ഒരു വലിയ രീതിയും കൂടെ യൂസ് ചെയ്താലും ചിലൊരു കുറച്ചുകൂടെ ഭംഗി വരുന്നുണ്ട്. അത് ഇതിലെ പാട്ടുകൾ നമുക്ക് പാടുന്നത് ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയമോഹനഗാനം. അതുപോലെ നേരത്തെ പാടിയ പോലെ ആലിലക്കണ്ണ. പിന്നെ നമുക്കിങ്ങനെ ഓർമ്മ വരുന്നത് താരകരൂപിണി നീ എന്നും എന്നുടെ ഭാവന രോമാഞ്ചമായിരിക്കും. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാഗമാണ് ശരിക്കും. നമ്മളിങ്ങനെ ഇരുന്ന് പോകും കേട്ടോ ഇതിൽ ഓരോ പാട്ട്. എനിക്കും ഒരു നാവുണ്ടെങ്കിൽ എന്തു ഞാൻ വിളിക്കും നിന്നെ, എന്തു ഞാൻ വിളിക്കും. ഒക്കെ സിന്ധു ഭൈരവി. അതുപോലെ നമ്മുടെ ഭാവഗായകൻ ജയേട്ടൻ പാടിയൊരു പാട്ടുണ്ടല്ലോ, സ്വർണ്ണഗോപുര
നർത്തകീ ശില്പം കണ്ണിന് സായൂജ്യം നിൻരൂപം, കണ്ണിന് സായൂജ്യം നിൻരൂപം. സ്വർണഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായൂജ്യം നിൻരൂപം. അതുപോലെ നമ്മളിങ്ങനെ ഓർത്തെടുത്താൽ ഒരുപാട് 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 പാട്ടുകളുള്ള ഒരു ഗാനം സിന്ധു ഭൈരവി. അല്ലേ? എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. അപ്പോൾ ഈ ഒരു ചെറിയ ടിപ്സിലൂടെ കുറച്ച് പാട്ടുകളും ഈ രാഗത്തിനെ കുറിച്ചൊക്കെ പറയും. അതുപോലെ ഈ രാഗം നമ്മളെ 72 രാഗാസിലെ തോടി എന്ന അനുമത്തോടി എന്ന് പറയുന്ന രാഗത്തിന് ജന്യമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ നാടകപ്രിയ എന്ന് പറയുന്ന രാഗത്തിനും ജന്യമാണെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ സ്വരങ്ങൾ വരുന്നത് അതുപോലെ ഈ രാഗത്തിന് പ്രത്യേകത ഉണ്ട്. ഈ രാഗത്തിന് ഗമകം കൊടുത്ത് പാടിക്കഴിഞ്ഞാൽ, അതായത് കേവ്സ് നമ്മൾ തൊണ്ടേവന സംഗതി കൊടുത്ത് പാടിക്കഴിഞ്ഞാൽ അത് വേറെ രാഗമായി മാറുന്നുണ്ട്. അങ്ങനെ ഒരു അത്ഭുതം ഈ രാഗത്തിനുണ്ട്. സരി ഗമ പധനി സദനി ധപ മഗരേസ, ഈ സാധനം സരി ഗമ പധനി സരി ധപ മഗരേ എന്ന് പഴയ തോടിയായി. സിന്ധു ഭൈരവി ഗമകമില്ലാതെ പാടിക്കഴിഞ്ഞാൽ, സിന്ധു ഭൈരവി ഗമകം ചേർത്ത് പാടിക്കഴിഞ്ഞാൽ എന്തായി? തോടി എന്നുള്ള രാഗമായി. ഇത് അങ്ങനെ ചില അത്ഭുതങ്ങളൊക്കെ ഇതിലുണ്ട്. എന്തായാലും ഈ ചെറിയ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടവർ കുറച്ച് പേരിലൊക്കെ എത്തിക്കുക. സന്തോഷം. അടുത്ത ആഴ്ച നമുക്ക് വേറൊരു രാഗം ആയി വരാം. താങ്ക് യു.